വെമ്പായം വേറ്റനാട് ഭാഗത്തെത്തിയാൽ ഈ വലിയ ഫ്ലെക്സ് കാണാം. അജിത്തിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ വാർത്ത ഇങ്ങനെയാണ്: പോത്തൻകോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയാൽ എതിരെ രംഗത്ത് വരുമെന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട വെമ്പായം വേറ്റനാട് സ്വദേശിയായ എം അജിത് കുമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി GR അനിൽ മുഖ്യമന്ത്രിക്ക് അന്ന് കത്ത് നൽകിയതാണ്. വട്ടപ്പാറ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അജിത്തിൻ്റെ രക്ഷിതാക്കൾ നൽകിയ പരാതി അടക്കം മന്ത്രി കൈമാറുകയും ചെയ്തു. പക്ഷേ ഈ കുടുംബ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് അമ്മ രാധാദേവിയും അച്ഛൻ മാധവൻ നായരും മാത്രമാണ്. അവിടെ കാണാം നമുക്ക് അജിത് കുമാറിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ തൊട്ടടുത്ത് തന്നെ അജിത് കുമാറിൻ്റെ മകൻ്റെ കുഴിമാടവുമുണ്ട്. ഇതിലിപ്പോൾ ഇന്നിപ്പോൾ എന്താ ഒരു അപ്ഡേഷൻ നടന്നത്? ക്രൈംബ്രാഞ്ച് വിങ് ഇവിടെ വന്നു അല്ലേ? ക്രൈംബ്രാഞ്ച് വന്നു, ഫോറൻസിക് വന്നു, അവർ മൊഴിയെടുക്കാൻ വന്നു. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. കുടുംബം തൃപ്തിയാണോ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ? അതെ, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ചേച്ചിയാണ് ഇപ്പം പരാതി എഴുതിയിട്ടുണ്ട്. അമ്മയുടെ പരാതി എഴുതിയിട്ടുണ്ട്. അമ്മയുടെ പരാതിക്ക് ഇതുവരെ ഒരു പരിഹാരം ഒരു രീതിയിലും ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തന്നെ അല്ലേ? നമുക്ക് അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞൂടാ. ഇന്ന് വന്നിട്ട് പോയി. ആ വീട്ടിലിപ്പം അവിടെ ആരൊക്കെ ഉണ്ടാവുക? അമ്മയും എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, ചേച്ചിയുടെ ഭർത്താവ് അജിത്തിൻ്റെ അച്ഛനുണ്ട്. അജിത്തിൻ്റെ ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവുമായ ബീന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വെമ്പായം പഞ്ചായത്തിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഒക്ടോബർ 19 രാവിലെ 5 അജിത്തിനെ വീട്ടിലെ ഓഫീസ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അജിത്ത് ജീവനൊടുക്കിയെന്നായിരുന്നു മകൻ വിനായക് മൊഴി നൽകിയത്. എന്നാൽ 60 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മരണകാരണം തലയ്ക്കേറ്റ പരുക്കാണെന്ന് തെളിഞ്ഞു. സംഭവ ദിവസം അജിത്തും താനും തമ്മിൽ ഏറ്റുമുട്ടിയെന്നും വടിയെടുത്ത് അച്ഛനെ അടിച്ചെന്നും വിനായക് മൊഴി നൽകിയിട്ടുണ്ട്. അവന് തലയ്ക്കേറ്റ മുറിവാണ് അവന് മരണകാരണമെന്ന് പറയണ്. അപ്പോൾ അതാരാണ് ചെയ്തതെന്ന് നമുക്കറിയണം. അത് എങ്ങനെ വന്നത് ആണെന്ന് അറിയണം. അപ്പോൾ മരുമകൾ അന്നൊക്കെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ പ്രസ്താവനകളെന്ന് പറയുമ്പോൾ മകനുമായിട്ടുള്ളൊരു മൽപ്പിടുത്തവും കാറിൻ്റെ താക്കോല് പിടിച്ച് വാങ്ങിക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ ചെമ്പരത്തിയുടെ കമ്പുകൊണ്ട് ചെറിയ രീതിയിൽ തട്ടി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഒന്ന് മകൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അമ്മയുടെ സംശയം അത് തന്നെയാണോ? അതായത് പുറത്തുനിന്ന് ആരെങ്കിലും? അതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിഞ്ഞൂടാ. എങ്കിലും ഒരു ആൾക്കാരുടെ പുറമേ നിന്നുള്ളൊരു ഇടപെടലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അന്വേഷിച്ചാലേ അറിയാവുള്ളൂ. അതല്ലേ നമ്മൾ കേസ് കൊടുത്തത്, അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോഴില്ലായിരുന്നു, നമ്മളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. എന്തായാലും അതൊരു കൊലപാതകമാണ് എന്ന് തോന്നുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ അടി ആണ് മരണകാരണമെന്ന് ഉണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കാനാണ് നമ്മൾ കേസ് കൊടുത്തത്. ഒരു ആത്മഹത്യ എന്ന നിലയിൽ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം ഒരിടത്ത് നടക്കുകയാണ് എന്ന് അറിയാമല്ലോ. അപ്പം അത് ആദ്യമേ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കൊലപാതകത്തിൻ്റെ സാധ്യതയാണ് പോസ്റ്റ്മോർട്ടം മൊഴികൾ ഉൾപ്പെടെ ഉള്ളത്. അതാണ് അമ്മയുടെ ആവശ്യവും, അങ്ങനെയല്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ള അന്വേഷണ നടപടികളുമായിട്ട് സഹകരിക്കാം. അതിൽ നമുക്ക് ഫലം ഉണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വാസം. ക്രൈംബ്രാഞ്ച് കാര്യമായിട്ട് അന്വേഷിക്കണമുണ്ട്. അവർ ഇന്നും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജയചന്ദ്രൻ സാറും വന്ന് ഇന്ന് അവളെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. ഫോറൻസിക് ആണെന്ന് പറയണം. അത് അന്വേഷിക്കുന്നുണ്ട്. ഉണ്ടാവും ഒരു തിരക്ക്. നാട്ടുകാരുടെയും അയൽവാസികളുടെ മൊഴികളും എല്ലാം എടുത്തോണ്ടിരിക്കുകയല്ലേ കടകളിലെല്ലാം. ഇന്നും വേറെ ഏതോ കടയിൽ കയറി ചോദിച്ചെന്ന് പറയണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കട വീട്ടിൽ മിനിഞ്ഞാന്ന് വന്നിരുന്ന്. പിന്നെ റോഡിൽ വേറ്റനാട്ട് ജംഗ്ഷനിലൊക്കെ എല്ലാവരുടെയും ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ അമ്മയെ അറിയിച്ചിട്ടുണ്ടോ? മകൻ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ കുടുംബത്തിൽ? ചെറിയ കലഹങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും പോലെയുള്ള കലഹങ്ങളേ ഉള്ളല്ല. അപ്പം വലുതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാലും ഒരു മകൻ അച്ഛനുമായിട്ടൊരു ശത്രുത നിലനിർത്തി വന്നിരുന്നോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ ചെമ്പരത്തി കമ്പൗണ്ട് അന്ന് അടിച്ചു എന്ന് പറയുന്നതോ? അപ്പോൾ ചെറിയ കമ്പം തന്നെ പറയണം.
അത് അപ്പം തോന്നിയെന്തോ അല്ലേ? അതിലപ്പുറം അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. നല്ല ഫാമിലിയായിട്ട് പോകുമെന്ന്. അവൻ ഇതുവരെ ഒരു പരാതി നമ്മളുടെ പറഞ്ഞിട്ടില്ല. എൻ്റെ മോൻ ഇങ്ങനെ അവളെ പറ്റി അവനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് മത്സരിക്കേണ്ട എന്ന അഭിപ്രായ പ്രകടനവും അതിനെ തുടർന്ന് എന്തെങ്കിലും സംഘർഷവും വീട്ടിലും കുടുംബത്തിലും ഉണ്ടായതായിട്ട് വല്ല അറിവുണ്ടോ? അതില്ല. അവസാനം ഇപ്പം അന്ന് അതിൻ്റെ തലേ ദിവസം ഈ 19 ഒക്ടോബർ 19 ഇങ്ങനെ അവൻ താഴേന്ന് അവള് വിളിച്ചാണ് അവൻ കയറി വന്നത്. അപ്പം കയറി വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ വിളിച്ചതിൻ്റെ ഉള്ള ദേഷ്യം കൊണ്ട് അവൻ എന്തെങ്കിലും സംസാരിച്ച് കാണുമായിരിക്കും. അപ്പോഴും നീ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ ഇനി നീ മത്സരിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ ഇപ്പം ഈ മറുനാടൻ മലയാളിയിൽ കൊടുത്തിരിക്കണമെന്ന് പറയുന്നത് പിന്നെ ഏതോ പ്രാദേശിക പിന്നെ നമ്മളെ പാർട്ടിയിൽ അവളെ പാർട്ടിയിൽ പ്രാദേശിക നേതാവിനെ വിളിച്ച് സംസാരിച്ച് അതിൽ വയലൻ്റായ അതാണെന്നാണ് നമുക്ക് തോന്നണത്. അത് അവൾ കൊടുത്തേക്കണതാണ്. നമുക്കതിൻ്റെ വ്യക്തത അറിഞ്ഞുകൂടാ. എന്തായാലും അവസാന ഘട്ടങ്ങളായപ്പോഴേക്കും അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. പരസ്പരം രണ്ട് ചേരിയിലാവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? അതറിഞ്ഞൂടാ. ഒരു ചേരി വിടുക. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഒരു കുറ്റവും അവളെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. വേറെ ഒരു തരത്തിലും അവൻ പറഞ്ഞിട്ടില്ല. സ്വന്തം പേര് വെച്ച് ഇലക്ഷനിൽ മത്സരിക്കണ്ട എന്നൊരു അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവൻ പോസ്റ്റ് ഇട്ടതിൽ പോലും ഇതാരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അവൻ അടിച്ചത് ആരാണെന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം മകനെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്ന് ഇപ്പോഴും അവർ മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ അജിത്തിൻ്റെ അച്ഛനും അമ്മയും തനിച്ചാണ്. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബീനയെയും വിനായകനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ഭർത്താവിൻ്റെ മരണത്തിൽ തനിക്ക് സംശയമുണ്ടായിരുന്നില്ലെന്ന് വീണ പ്രതികരിച്ചു. വണ്ടിയുടെ താക്കോലിനു വേണ്ടി അജിത്തും മകനും തമ്മിൽ പിടിവലി നടന്നിരുന്നു. താക്കോൽ കൊടുക്കാത്തത് കൊണ്ട് ടോർച്ച് കൊണ്ടടിക്കാൻ അജിത്ത് ശ്രമിച്ചപ്പോൾ ചെമ്പരത്തി കമ്പെടുത്ത് മകൻ അടിക്കുകയായിരുന്നെന്നും ബീന പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പോലീസിൻ്റെ കുറേ വീഴ്ചകൾ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും കണ്ടെത്തിയത് ഇപ്രകാരമാണ്. അജിത്തിൻ്റെ മൃതദേഹത്തിൽ മുറിവുകളും ചതവുകളും കണ്ടിട്ടും ശരിയായ അന്വേഷണമോ ചോദ്യം ചെയ്യലോ നടത്തിയില്ല എന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമായിട്ട് മൃതദേഹം കിടന്ന മുറി അടച്ചുപൂട്ടാൻ സീൽ ചെയ്തില്ല എന്നുമുള്ളതും മരണത്തിൽ ആരോപണം ഉന്നയിച്ച ബന്ധുക്കളെ ഇൻക്വസ്റ്റ് സമയത്ത് ഒഴിവാക്കി, ഇതൊക്കെ പ്രധാനപ്പെട്ട പരാതികളാണ്. അജിത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മരണശേഷം മകൻ നീക്കം ചെയ്തതിലും പിന്നെ അന്വേഷണമുണ്ടായില്ല. ആത്മഹത്യ ചെയ്യുമെന്ന് അജിത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നില്ല. എന്നാൽ അച്ഛൻ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞെന്നാണ് മകൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിട്ടും അന്വേഷിച്ചതുമില്ല. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വീട്ടിലെ മുറികൾ പെയിൻ്റടിച്ച് വിവരം അറിഞ്ഞിട്ടും അക്കാര്യം പരിശോധിച്ചില്ല എന്നും പറയുന്നു. ഇവിടെ ഈ കാണുന്ന വീടാണ് അജിത്തും അജിത്തിൻ്റെ ഭാര്യയും മകനും ഒക്കെ താമസിക്കുന്ന വേറ്റനാടുള്ള വീട്. ഇവിടെ വച്ചാണ് അജിത്തിനെ മരിച്ച നിലയിൽ കാണുന്നതും. എന്തായാലും കാര്യമായ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു ഫ്ലെക്സ് കൂടി ഇങ്ങനെ കാണാം. അജിത്തിൻ്റെ കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്ന്. വളരെ രാഷ്ട്രീയ ചേരിതിരിവുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് ഉണ്ടായി എന്നുള്ളതും ഒരു വസ്തുതയാണ്.